അങ്ങനെ സുന്ദരകുട്ടന്മാരെ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ആ ഭാഗ്യവതികളായിട്ടുള്ള ഗോപസ്ത്രീകളോട് കൂടി കളിച്ച് രസിച്ച് നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ എന്ത് ചെയ്തു എന്നാ പതുക്കെ പതുക്കെ അങ്ങനെ കാളിന്തിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. ഉണ്ണിക്കണ്ണനാണ്ട് കാളിന്തിയിലേക്ക് ഇറങ്ങിന്ന് കണ്ടപ്പോൾ ഈ ഗോപ സ്ത്രീകളൊക്കെ ചിലവരുടെ മുടി അഴിഞ്ഞതാണ്, ചേല അഴിഞ്ഞു കിടക്കുന്നുണ്ട്, മുടി അഴിഞ്ഞും കേശം കേശമഴിഞ്ഞും തൻ്റെ വസ്ത്രാഞ്ചലങ്ങളൊക്കെ അഴിഞ്ഞു തൂങ്ങിയിട്ടുള്ള അവരും ഒപ്പം ഉണ്ണിക്കണ്ണൻ്റെ കൂടെ അങ്ങോട്ട് ആ കാളിന്തി നദിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിൻ്റെ പൊന്നുകുട്ടികളെ. പുഴയിൽ നദിയിലേക്ക് അങ്ങോട്ട് ചാടി ഇറങ്ങി. പിന്നെ അവിടെ ഉണ്ടായിട്ടുള്ള ആ ക്രീഡ വർണ്ണിക്കാൻ 1000 നാവുള്ള അനന്തന് പോലും പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താ അറിയോ, അവര് പരസ്പരം വെള്ളം കൊണ്ട് തുടിക്കുക, കളിക്കുക, പിന്നെയോ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയില്ലേ തേവി കളിക്കാന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കൊണ്ട് തെറിപ്പിച്ച് കളിച്ചുകൊണ്ട് കുറേ നേരം തുടിച്ചു കുളിച്ചു. അതിൻ്റെ പുറമെ നീന്തി കളിച്ചു. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവരവിടെ ജലത്തിൽ പറ്റുന്ന ക്രീഡകളെല്ലാം അവര് ആ വെള്ളത്തിൽ വിളിച്ച് കളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ എങ്ങനെയാ, ഓരോ ഗോപസ്ത്രീകളുടെ കൂടി അതേ രൂപത്തിലുള്ള ഉണ്ണിക്കണ്ണൻ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. അങ്ങനെ നമ്മളിപ്പോ കാളിന്തി നദിയിലേക്കായിട്ട് നോക്കിണ്ടച്ചാ ഉണ്ണിക്കണ്ണൻ്റെ ഒരു മായാവിലാസാണ് കാണാൻ പറ്റിയ. കുട്ടികളെ, നിങ്ങൾ നദിയിൽ കളിക്കുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ? എന്ന പോലെ ആ കുട്ടികളുടെ ഇടയിൽ നമ്മളെ നീലക്കാർവർണ്ണൻ പിന്നെയോ നീലക്കാർവർണ്ണൻ മാത്രല്ല, പിന്നെ ആരാ, ഓരോ ഗോപസ്ത്രീകളും അങ്ങനെ അവരോട് ഉണ്ണിക്കണ്ണൻ പണ്ട് പറഞ്ഞിരുന്നു പോലും, എന്ത്, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സാധിപ്പിച്ചു തരാന്ന്. അങ്ങനെ ഉണ്ണിക്കണ്ണൻ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് ഈ ഓരോ ഗോപസ്ത്രീകളുടെയും കൂടെ രാസക്രീഡകൾ ആടി അവരുടെ ആഗ്രഹത്തെ എല്ലാം സാക്ഷാത്കരിച്ചു കൊടുത്തു. അത് മാത്രല്ല, അവർക്ക് എന്നെന്നും നിലനിൽക്കുന്ന അചഞ്ചലമായ കൃഷ്ണഭക്തിയും കൊടുത്തു. അതുമാത്രല്ല, നിങ്ങൾ ഇനി തിരിച്ചു ചെന്ന നിങ്ങളുടെ ഗോപന്മാർക്ക് നിങ്ങളിൽ യാതൊരു സംശയവും ശങ്കയുണ്ടാവില്ല അതുപോലും പറഞ്ഞ് ആ ഗോപസ്ത്രീകളൊക്കെ വേണ്ട വിധത്തിൽ എല്ലാ വിധത്തിലുള്ള ഭക്തിയും മുക്തിയും കൊടുത്ത് ആ ഗോപസ്ത്രീകളെ എല്ലാ വിധത്തിലും അനുഗ്രഹിച്ചിട്ട് ശേഷം ഉണ്ണിക്കണ്ണൻ പറഞ്ഞു, ഇനി നിങ്ങൾ അതാത് നിങ്ങളുടെ ഗൃഹങ്ങളിലേക്ക് തന്നെ പൊക്കോളൂ എന്ന് പറഞ്ഞ് ആ രാസക്രീഡാരംഗം നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്ത, അതുമാത്രമല്ല മറ്റുള്ള ഒരാൾ വർണ്ണിക്കുന്നത് കേട്ടാൽ തന്നെ നമ്മളുടെ ആദികളും വ്യാധികളും നീങ്ങിപ്പോകുമെന്നാണ് ഉണ്ണിക്കണ്ണൻ പറഞ്ഞ എൻ്റെ പൊന്നു കുട്ടികളെ.